ലാൻഡിങ്ങിന് ഒരുങ്ങുകയാണ്. കൽപ്പറ്റയിലെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഹെലികോപ്റ്ററുകൾ ഹെലിപ്പാഡിലേക്ക് താഴുകയാണ്, അവിടെ വരികയാണ്. അതിനുശേഷം അദ്ദേഹത്തെ അവിടെ സംസ്ഥാന മന്ത്രിമാരടക്കം അദ്ദേഹത്തെ വീണ്ടും സ്വീകരിച്ച് വീണ്ടും ആ ദുരന്ത മേഖലകളിലേക്ക് റോഡ് മാർഗം അദ്ദേഹം എത്തുകയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചൂരൽമലയിലേക്ക് അദ്ദേഹം റോഡ് മാർഗം നേരിട്ട് തന്നെ എത്തുന്നു എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബെയിലി പാലം കടന്നും അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു പോകും എന്നതാണ്. നേരത്തെ അത് പ്രതീക്ഷിച്ചിരുന്നതല്ല, സന്ദർശന പരിപാടിയിൽ അതുണ്ടാവുമെന്ന് കരുതിയതല്ല. ഇപ്പോൾ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ അവിടെ ലാൻഡ് ചെയ്യുകയാണ്. സ്കൂളിൻ്റെ കൽപ്പറ്റ സ്കൂളിൻ്റെ ഹെലിപ്പാഡിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. അതിനുശേഷമാവും അവിടെ നിന്നും ദൃശ്യങ്ങൾ കാണുന്ന ആ ഹെലിപ്പാഡിലേക്ക് ആ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുകയാണ്. പ്രധാനമന്ത്രിയുടെയുമായി അദ്ദേഹം എത്തിയിരിക്കുന്നു, ഹെലികോപ്റ്റർ അവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് മാർഗം ആ ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. ചൂരൽമല, ബെയിലി പാലം, ദുരന്തമുണ്ടായ മറ്റു പ്രദേശങ്ങൾ, ക്യാമ്പുകൾ, ആശുപത്രിയിൽ, അതിനുശേഷം കൽപ്പറ്റയിൽ അവിടെ കളക്ട്രേറ്റിൽ അവിടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിയാലോചനകൾ, ഈ പരിപാടികളിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കും. അദ്ദേഹം കണ്ണൂരിൽ വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ, പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ വന്നിറങ്ങി. പിന്നീട് ഹെലികോപ്റ്ററിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമൊപ്പം ദുരന്ത മേഖലകളിൽ ആകാശ വീക്ഷണം നടത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റ സ്കൂളിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്, ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അതിൽ നിന്നും പുറത്തേക്ക് വരും. അതിനുശേഷമായിരിക്കും റോഡ് മാർഗമുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ തുടരുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന് ഉടൻ തന്നെ പുറത്തേക്ക് വരികയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി ഉടൻ തന്നെ പുറത്തേക്ക് വരും, നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹവും പുറത്തേക്ക് വരും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ ആരംഭിക്കുകയാണ്. അദ്ദേഹം റോഡ് മാർഗം തന്നെ ആ മേഖലകളിൽ സന്ദർശനം നടത്തും. അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ഉദ്യോഗസ്ഥരൊക്കെയാണ്, പ്രധാനമന്ത്രിക്കൊപ്പമുള്ള മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് വരികയാണെന്നാണ് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടൻ ജനതയുടെ കണ്ണീരൊപ്പാൻ പ്രധാനമന്ത്രിയുടെ റോഡ് മാർഗമുള്ള സന്ദർശനം ആരംഭിക്കുന്നു. മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയുടെ ഈ ഹെലികോപ്റ്ററിനൊപ്പം ഉള്ളത്. അതിൽ രണ്ടിടത്ത് ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ ജീവനക്കാരുമുണ്ട്. ഒപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ഉദ്യോഗസ്ഥ സംഘമുണ്ട്. ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പം സുരേഷ് ഗോപിയുമാണ് ഉള്ളത്. ഈ മൂന്ന് ഹെലികോപ്റ്ററുകളും അവിടെ ലാൻഡ് ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്ന ഹെലികോപ്റ്ററിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്ത് പ്രധാനമന്ത്രി ഉടൻ തന്നെ അവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള സുരക്ഷാ ജീവനക്കാരെയും മറ്റുദ്യോഗസ്ഥരെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററാണിപ്പോൾ ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്തത്. അതിനുശേഷം ആ ഹെലികോപ്റ്റർ പറന്നുയരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററും പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ, സുരേഷ് ഗോപി ഇവരൊക്കെ അടങ്ങിയ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യും. വയനാടിൻ്റെ ദുരന്ത മേഖലകൾ സന്ദർശിച്ച ശേഷം മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിലെ ആ സ്കൂൾ ഗ്രൗണ്ടിലെ പ്രത്യേക ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യും ഉടൻ തന്നെ. അതിനുശേഷമായിരിക്കും അദ്ദേഹം റോഡ് മാർഗമുള്ള സന്ദർശന പരിപാടികൾ നടത്തുക. സമീപകാലത്ത് രാജ്യം നേരിടാത്തതിൽ ഏറ്റവും വലിയ, മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്.